ഹായ് ഗൈസ്, ശരി അത് ഒന്ന് ഓഫ് ചെയ്ത് വെച്ച്. ഹായ് ഗൈസ്, വെൽക്കം ടു ജോ സ്റ്റോറീസ്. ഓക്കെ, സോ ഇന്നത്തെ പരിപാടി നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നിവിൻ പോളിയുടെ പുതിയ സിനിമ. അതെ, എന്തായിരുന്നു ഇതിന്റെ പേര്? മലയാളമാണ് അല്ലേ? ഇന്ത്യൻ മലയാളിയോ? മലയാളി ഫ്രം ഇന്ത്യ. വേൾഡ് മലയാളി മലയാളി ഫ്രം ഇന്ത്യ എല്ലാവർക്കും അറിയാം. എന്തായിരുന്നു പേര്? ദ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഡിജോ ജോസ് സംവിധാനം ചെയ്യുന്ന പടം ഇറങ്ങാൻ പോവുകയാണ്. സോ അതിൻ്റെ പാട്ട് ആൻഡ് ദാറ്റ് ഈസ് ലൈക്ക് വേൾഡ് മലയാളി ആന്തം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. സോ അത് അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നൊരു പാട്ട്. അപ്പൊ ഞങ്ങള് ചുമ്മാ അതിനൊന്ന് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ പാട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, ഈ പാട്ട് ഞാൻ കേട്ടായിരുന്നു, ബട്ട് ഒന്നുകൂടി ഒന്ന് റിയാക്ട് ചെയ്യാം. സെയിം എക്സ്പ്രഷൻ ഞാൻ കൊണ്ടുവരും. അപ്പൊ അത് ഇത് ചെയ്തേക്കുന്നത് എനിക്കൊന്ന് ജേക്സ് ബിജോയ് ആണെന്ന് തോന്നുന്നു. സോ ലെറ്റ്സ് പറവാന്ന് പറഞ്ഞതിന്റെ അകത്തുണ്ടായിരുന്നു. പക്ഷെ അത്യാവശ്യം ഫേമസ് മെൻഷനാ. നമ്മളൊക്കെ കാണാൻ തുടങ്ങുവാണ്. നല്ല പാട്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് അതിനകത്ത് ആ പാട്ടിന്റെ ബീറ്റ്സ് ലൈക്ക് മ്യൂസിക്കിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട ലിറിക്സ് ആണ്. അത് വളരെ സത്യമായ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ എന്ത് വന്നാലും ഒരു മലയാളിക്ക് മറ്റേ മലയാളിയെ കണ്ണിന് നേരെ കാണില്ലേ, അത് വളരെ സത്യമാണ്. പക്ഷെ ഒരു പ്രശ്നം വന്ന് നോക്കി ഒന്നിച്ചു നിൽക്കും. ഇപ്പൊ അത് ഒത്തിരി വട്ടം നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അതിപ്പോ ഈ അടുത്ത കാലത്ത് പ്രളയം, കൊറോണ, അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് ഇപ്പൊ മറ്റേ SMA ഉള്ള എത്ര കുട്ടികൾക്കാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്ത് കൊടുത്തത്, എത്രയോ കോടികള്. അതുപോലെ ഇപ്പൊ ഈ അടുത്തുണ്ടായ മറ്റേ റഹീം എന്നല്ലേ ചേട്ടന്റെ പേര്, പുള്ളിക്കാരൻ 35 കോടി റേസ് ചെയ്ത് കൊടുത്തത്. ഇങ്ങനത്തെ കുറേ കേസ് അതിനകത്ത് പറയുന്ന പോലെ എന്ത് വന്നാലും മലയാളികൾ ഒറ്റക്കെട്ടായിരിക്കും. ഈ ലോകത്തെമ്പാടും ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം വന്നാൽ മലയാളികൾക്ക് ഒറ്റ മനസ്സായിരിക്കും എന്ന് പറയുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യം. ആൻഡ് വി ഹാവ് പ്രൂവ്ഡ് ഇറ്റ്. അത് സത്യമാണ്. ഒത്തിരി ഇൻസിഡൻസ് വെച്ച് തന്നെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിനകത്ത് ഏറ്റവും പ്രൗഡായിട്ടുള്ള ഒരു സംഭവം പ്രളയമാണ് കേട്ടോ. നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സംഭവമായിരുന്നു. പക്ഷെ പ്രളയം നമ്മൾ ലൈക്ക് അത് 5 പേരോ 10 പേരോ ഒന്നും അല്ല, കേരളം മൊത്തം വെള്ളമായിരുന്നു. നല്ല ഒരുമിച്ച് കേരളം മൊത്തം വെള്ളമായിരുന്നു. തളരരുത് രാമകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കും. സോറി, വെള്ളമായിരുന്നു. സോറി, നമ്മൾ കൂട്ടുനിന്നു, ഒരുമിച്ച് നിന്നു. അപ്പൊ അത് വളരെ എനിക്ക് ലിറിക്സ് എല്ലാം മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മറ്റേ സാധനം നീ പറഞ്ഞില്ലേ, ചന്ദ്രനിൽ വരെ സ്ഥലം മേടിച്ചിട്ട് ഉള്ള കാര്യം പറയാലോ. ഞാൻ ശരിക്കും പറയാം. എൻ്റെ അടുത്ത് ഞാൻ ലൈക്ക് ഇങ്ങനെ വെളിയിലൊക്കെ പോകുമ്പം വേറെ ഇന്ത്യക്കാർ മനുഷ്യരെയൊക്കെ കാണുമ്പോൾ മലയാളികളല്ലാത്ത ആൾക്കാരെയൊക്കെ കാണുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ എങ്ങനെ ഇങ്ങനെ പഠിക്കുന്നത്, നിങ്ങൾ എല്ലാവരും പാസ്സാകുന്നത്, ലൈക്ക് അവരുടെയൊക്കെ ലൈക്ക് തലയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ലൈക്ക് ഞങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് കേരള അല്ലെ മലയാളം ലൈക്ക് മലയാളികൾ എന്ന് പറയുന്ന എല്ലാവരും മറ്റേ കണ്ണാടിയൊക്കെ വെച്ചിട്ട് അത് തന്നെ ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരാണെന്നാണ് ഞങ്ങളുടെ ഒരു ഇതെന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനൊന്നും അല്ല, ഞങ്ങള് വളരെ നന്നായി എല്ലാരെയും പോലൊക്കെ തന്നെ എല്ലാരെയും പോലൊക്കെ തന്നെ. നമ്മുടെ ലിറ്ററസി റേറ്റ് കൂടുതലാണല്ലോ ഇന്ത്യയിലെ കമ്പയർ ചെയ്യുമ്പോൾ. 100% ലോകത്ത് അവിടെ മാത്രം എങ്ങാണ്ട് 100% ലിറ്ററേറ്റ് ആണ് നമ്മൾ. അപ്പം ഇപ്പം ഇവിടെ തന്നെ
ഇവള് പഠിക്കാൻ പോകുമ്പോഴൊക്കെ വേറെ ഇന്ത്യയിൽ തന്നെ വേറെ സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർ ലൈക്ക് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഇവളോട് ചോദിക്കും എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ പഠിക്കാൻ കാരണം നമുക്ക് 100%. അപ്പൊ അതിനൊരു പൊതുവായ ഒരു ധാരണ ഉള്ളതുകൊണ്ട് ഇവിടെ പിന്നെ കൂടുതലും നമുക്ക് കുറെ ഔട്ട് ഓഫ് നമ്മുടെ നോർത്ത് ഇന്ത്യൻസിനെ ഒക്കെ ഒത്തിരി മീറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കാണുമ്പോ ഇങ്ങനെ ചോദിക്കും ഇങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങളൊക്കെ ബുദ്ധിയാന്നായിരിക്കും അവരുടെ വിചാരം. പിന്നെ കാണിച്ചു കൊടുക്കണം. ഞാൻ പറയും എല്ലാരടുത്തും, ഞാൻ ആദ്യമേ തന്നെ ഞാൻ പറയും, ദേവീത് നിങ്ങൾ ഇന്ത്യക്കാരോ അങ്ങനെയാണെന്ന് വിചാരിച്ച ബുദ്ധിയുള്ളതാന്ന് വിചാരിക്കരുത്. എപ്പോഴും നമ്മൾ ഓരോ ക്ലാസ്സിനും ഓരോ ക്ലാസ്മേറ്റ് ലൈക്ക് വേറെ വേറെ പിള്ളേരുമായിട്ടാണല്ലോ പഠിക്കുന്നത്. അതൊക്കെ നമ്മളിങ്ങനെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കോപ്പി അടിക്കില്ലേ? എല്ലാ ക്ലാസ്സിനും ഇൻട്രോ പറയണ്ട അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ഇൻട്രോ കൊടുക്കും. ലൈക്ക് എല്ലാവരും ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരാകുമ്പോ അങ്ങ് പഠിച്ചങ്ങ് അങ്ങ് ഭയങ്കര ഇതാ അബ്ദുൽ കലാം ഒക്കെയാണെന്നാ വിചാരം. അപ്പൊ അങ്ങനെ അല്ല എല്ലാരും എന്ന് ഞാനിങ്ങനെ പ്രത്യേകം പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ്. അപ്പൊ ചന്ദ്രനിൽ വരെ ഉണ്ട് നമ്മള്. UK, അമേരിക്ക, US, എന്താണ് ഓസ്ട്രേലിയ, അവർ പറയുന്ന ലിസ്റ്റ്, ദുബായ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന കുറെ ഓരോ കൺട്രീസ് നമ്മുടെ നാട്ടിലെ ഓരോരോ ഡിസ്ട്രിക്ട്സ് ആയിട്ട് ഇങ്ങനെ ആക്കും എന്ന് പറയുന്നതും ശരിയാണ്. ചെറിയൊരു വൈബൊക്കെ ഉണ്ട് ഈ പറഞ്ഞ ഈ മേജർ ഒക്കെ ആയിട്ട് ചെറിയ ഒരു വൈബ് ഉണ്ടെന്നുള്ളതാണ്. നമ്മള് സത്യം അത് ഞാൻ പലപ്പോഴും ഇതിലൂടെ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴേ നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുമ്പം നമ്മളിങ്ങനെ ചില സാധനങ്ങളും സ്ഥലങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാടിന്റെ ഒരു ചായ പെട്ടെന്ന് വരും. കോട്ടയം എന്നാ പറഞ്ഞവര് UK അങ്ങോട്ട് കൊച്ചി ന്യൂയോർക്ക്, ദുബായ് മലപ്പുറം, കണ്ണൂർ, മലബാർ. സത്യമാണ്, അങ്ങനെയൊക്കെ ഒരു ഫീല് നമുക്ക് ഇടയ്ക്ക് തോന്നി. സോ മൊത്തത്തിൽ പാട്ട് വൈബ് പാട്ടാണ്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ് ഇറ്റ്സ് ട്രെൻഡിങ് വൺ. ഞാൻ പറഞ്ഞ ലൈക്ക് ഞങ്ങൾക്ക് എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യ എന്നൊക്കെ വന്നായതുകൊണ്ട്. ലൈക്ക് ഇന്ത്യ എന്നൊക്കെ പറയാനേ മലയാളി എന്നൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനത്തെ ഒക്കെ പാട്ടൊക്കെ ഇറങ്ങുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ. ലൈക്ക് നമുക്കൊരു സുഖം, സത്യമാണല്ലോ എന്നുള്ളൊരു ഫീലല്ലേ. അല്ല എനിക്ക് അറിയാവുന്നതുകൊണ്ട് അറിയാം. ഇപ്പൊ എനിക്ക് ഇവരെയൊക്കെ അറിയാൻ തുടങ്ങിയിട്ടൊരു 4 കൊല്ലം ഒക്കെ ആയിട്ടുള്ളൂ. 4 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ എനിക്കറിയാവുന്ന വെച്ചിട്ട് ഇപ്പം നമ്മുടെ റൂട്ട്സിന് കൊടുക്കുന്ന വാല്യൂസ്, ദേ ആസ് എ ഫാമിലി, നമ്മുടെ ഫാമിലി ഒക്കെ കൊടുക്കുന്ന വാല്യൂസ് പ്ലസ് ദ എഫേർട്ട്. ഇപ്പൊ ഇവിടെ ജനിച്ച് വളർന്നതായിട്ടും ദ എഫേർട്ട് ദേ പുട്ട് ഇൻ ടു ലേൺ അവർ മദർ ടങ്, അതൊക്കെ ഒത്തിരിയാ. നമുക്ക് അതിന്റെ മീൻസ് ആവശ്യം ഞാൻ വലിയതായിട്ട് പറയണല്ല, അല്ലാണ്ട് ഇവിടെ ജീവിക്കാം എന്നുള്ളതാണ്. അത് പഠിച്ചില്ലെങ്കിലും ഇവിടെ ജീവിക്കാം. സോ അത് ആ ഒരു എടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, ദ റെസ്പെക്ട് ദെയർ പാരൻസ് ഗിവ് ടു ദി മദർ ടങ്, അല്ലെങ്കിൽ അത് പഠിക്കണം എന്ന് പറഞ്ഞ് ഇൻസിസ്റ്റ് ചെയ്യുന്നതൊക്കെ അത് നമുക്ക് വലുതാവുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഷീനൊക്കെ ഇരുന്ന് മലയാളം വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നും കൂടെ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ശരിയോടൊപ്പുണ്ട്. അപ്പം അതൊക്കെ വലിയ കാര്യമല്ലേ. നമ്മൾ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് ഇത് ചെയ്തില്ലെങ്കിലും നമുക്ക് അക്ഷരം കൂട്ടി വായിക്കാനൊക്കെ, ഒരു നാട്ടിൽ പോയാൽ ബസ്സിന്റെ ഒരു ബോർഡ് വായിക്കാൻ അറിയാം. അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങൾ മതി. ന്യൂസ് റീഡർ ആവണമെന്നല്ല. നമ്മുടെ പേരൻസ് സംസാരിക്കുന്ന ഭാഷ നമ്മൾ പഠിച്ചിരിക്കുന്ന വളരെ നല്ലതാണ്. കാരണം എപ്പോഴെങ്കിലും നമ്മൾ ജീവിതത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും നമ്മൾ നമ്മൾ വന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവല്ലോ. അപ്പൊ നമുക്ക് അവിടുത്തെ ആൾക്കാർ കിട്ടുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തൊരു വല്ലാത്തൊരു ഇതല്ലേ. അപ്പൊ വേണമെങ്കിൽ പഠിച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല, ഞാൻ നിർബന്ധിക്കുന്നൊന്നും അല്ല. പക്ഷെ അതൊരു നല്ല കാര്യമാണ്. നമ്മളുടെ റൂട്ട്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന. ബാക്കി എല്ലാവരും ഇപ്പം ചൈനയിൽ നിന്ന് വന്നവർക്കും അല്ലെ ജപ്പാനിൽ നിന്ന് എല്ലാവർക്കും അവരുടെ മദർ ടങ് ഫ്ലുവൻ്റാ. അങ്ങനെ ആ ഒരു എഫേർട്ട് എടുക്കും. പക്ഷെ ചിലപ്പോ നോട്ട് ഓൾ ദ ഇന്ത്യൻസ് ടേക്ക് ദാറ്റ് എഫേർട്ട്. ഇവിടെ പുറം രാജ്യങ്ങളിലാണെങ്കിൽ അവരുടെ മദർ ടങ് പഠിക്കാനും റെസ്പെക്റ്റ് അല്ല, മദർ ടങ് പഠിക്കാൻ ഒരു എഫേർട്ട് എടുക്കുന്ന അവർ മക്കൾ അവിടെ ജനിച്ച് വളരുകയാണെങ്കിൽ അങ്ങനെ ഒരു അതുണ്ട്. അപ്പൊ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബട്ട് ദ ഗുഡ് തിങ് ഐ ഹവ് സീൻ ഇൻ ദം ദീസ് പീപ്പിൾ ഇസ് ലൈക്ക് ദേ ആർ ഗുഡ് at their mother tongue. വായിക്കാൻ അറിയാം,
എഴുതാനും എനിക്കറിയാം, പറയാനൊക്കെ നന്നായിട്ട് അറിയാം. ഇടയ്ക്ക് റായും മായും ഒക്കെ റായും ഒക്കെ മാറിപ്പോകുന്നുള്ളൂ. കരിച്ചോ, വാര വെച്ചോ, ജോംസ് കരിച്ചോ ഇത് ആ ടോപ്പിക്കല്ല, ബട്ട് ദാറ്റ്സ് വാട്ട്. നമ്മുടെ മദർ ടങ്, ആർ കൺട്രി, ഇതൊക്കെ എപ്പോഴും ഒരു വികാരമായിരിക്കും. മലയാളി ഇസ് ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞാല് നമുക്ക് എപ്പോഴും അതൊക്കെ ഒരു വികാരമായിരിക്കും. അപ്പൊ ഇതൊക്കെ കാണുമ്പം നമുക്ക് ഇപ്പൊ ഒത്തിരി ആൾക്കാർ പുറത്തല്ലേ, പണ്ടത്തെ പോലെ പുറത്തു പോകുന്നൊരു വലിയ സംഭവമല്ല ഇപ്പൊ. അപ്പം ഇറ്റ്സ് എൻ ഈസി വേ, ഇറ്റ്സ് എൻ ഈസി തിങ് ടു ഡു. അപ്പം ഒത്തിരിയും പേര് പുറത്താണ്. അപ്പോൾ എന്നാൽ പോലും എല്ലാവർക്കും നാടായിരിക്കും വലുത്, നാട്ടിൽ വരണം. പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ടിട്ടും എല്ലാവരും ഒന്നും ലൈഫ് എന്താണ് ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിന് മാത്രമായിരിക്കില്ല പോകുന്നത്. പലരും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും പോകുന്നത്. പക്ഷെ എന്നാൽ പോലും എല്ലാവർക്കും നാട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വികാരമായിരിക്കും. അപ്പോൾ ഈ പറയുന്നതൊക്കെ നമുക്ക് ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ആ നാടും വീടും വീട്ടുകാരും ഒക്കെ എപ്പോഴും പ്രിയപ്പെട്ടതായിരിക്കും. പാട്ട് അടിപൊളിയാണ്, ലിറിക്സ് നന്നായിട്ട് റിലേറ്റ്. ഇടയ്ക്ക് നമ്മുടെ ചരിത്രം എന്ന് പറയും, അത് കഴിഞ്ഞിട്ട് പാട്ട് നന്നായിരുന്നു, വീണ്ടും നമ്മുടെ ചരിത്രം എന്ന് പറയും, പാട്ട് നന്നായിരുന്നു. ഇത് കുറച്ച് നേരമായിട്ട് ബട്ട് പാട്ട് നന്നായിരുന്നു. അതാണ്, എനിക്ക് ലിറിക്സ് ആണ് ഇഷ്ടപ്പെട്ടത്. പാട്ട് ബീറ്റ്സ് നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ലിറിക്സ്. ബീറ്റ്സ് എനിക്ക് അത്രയ്ക്ക് അങ്ങ് റിലേറ്റ് അല്ല, അങ്ങ് പിടിക്കുന്നില്ല, സെറ്റ് ആവുന്നില്ല. ഫസ്റ്റ് ടൈം കേൾക്കുമ്പോ തന്നെ അങ്ങ് സെറ്റ് ആവുന്നില്ല. മേ ബി കേട്ട് ആവുമായിരിക്കും. ചിലതൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ ആവേശത്തിൽ എലുമിനാറ്റി പോലെയൊക്കെ അങ്ങനെ അങ്ങ് ക്ലിക്ക് ആവുന്നില്ല. ബട്ട് ഈവൻ ദെൻ ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം. ചിലപ്പം കേട്ട് സെറ്റ് ആവും. ആൻഡ് നോട്ട് ലൈക്ക് ദാറ്റ് ഇറ്റ്സ് ട്രെൻഡിങ് 1. Oh, is it? Yeah, it's trending 1. Yeah. ഇത് കുറച്ച് ലൈക്ക് ഇന്നലെ എങ്ങാണ്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ഈ പാട്ട് കേട്ടിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ഈ പടം റീസെന്റ് റിലീസ് ആവുന്നുണ്ട്, ലൈക്ക് May 1st സംതിങ്. ഓക്കെ, അതിന്റെ റിവ്യൂ വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. പുതിയതായിട്ട് എന്തെങ്കിലും ഒരു മലയാളം പടമോ വല്ലതും റിലീസ് ആവുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളുടെ കമന്റ് സെക്ഷനിൽ വന്നൊന്ന് കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് ഞങ്ങൾക്കും പോയി കാണാം, അതിന്റെ റിവ്യൂ ഇടാം. നമ്മൾ തപ്പും, നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ബട്ട് സ്റ്റിൽ ഇഫ് ഇൻ കേസ് വി മിസ് ഇറ്റ്, നമുക്ക് ഇവിടുത്തെ നിയർ ബൈ തിയേറ്റേഴ്സിലൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് നിങ്ങളിവിടെ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. Will be great support. We'll be grateful for that. അതൊക്കെയുള്ളു ഗൈസ്. അപ്പൊ ഞങ്ങളുടെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും എന്താ റിവ്യൂവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ കമന്റ് പറച്ച. കഴിഞ്ഞ ദിവസം ആരാണ്ട് ഇവളോട് റിവ്യൂ ചെയ്തപ്പം അതെന്താന്ന് എനിക്ക് അറിയില്ല. ചേട്ടൻ ഉദ്ദേശിച്ച അതിനകത്ത് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മള് പറയുന്നുണ്ട്. ഇനി അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റിവ്യൂ ചെയ്യുന്നൊരു ചേട്ടന്റെ പേര് അഷ്മിത് അല്ലേ? ആഷ്മിത്. നമ്മളെ കഴിഞ്ഞ ദിവസം റിവ്യൂ വായിച്ചില്ല. ഇറ്റ് വാസ് എ ലോങ് റിവ്യൂ. പുള്ളി എനിക്കറിയില്ല. ആ ബ്രോ എപ്പോഴും നല്ലായിട്ട് ഞങ്ങൾക്ക് കമന്റ്സ് ഇപ്പോഴും, അല്ലെങ്കിൽ ബ്രോ ഇപ്പോഴും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡു കമന്റ് ബിലോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രോന്റെ കമന്റ്സ്. അപ്പൊ ഞങ്ങൾ എപ്പോഴും നോക്കും കമന്റ്സ് ഉണ്ടോ. ബ്രോ ഇവിടെ എവിടെയോ ഉള്ളതാണ്, ലൈക്ക് US-ലാണ്. അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് റിലീസ് വരും. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ കമന്റ്സ് ഒക്കെ പറയും, യു ആർ ടു ഫാസ്റ്റ്. ചിലത് ആളുടെ സ്റ്റേറ്റിൽ റിലീസ് ചെയ്യില്ല, ഞങ്ങളുടെ സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് ഇല്ല ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്ന് ഹാവ് ഇറ്റ് ഹിയർ എന്ന് പറഞ്ഞിട്ട് പുള്ളി കമന്റ് ഇടാറുണ്ട്. ഐ തിങ്ക് ഈസ് ഇൻ കാലിഫോർണിയ. ഐ ഡോണ്ട് നോ, ഐ ഫോഗോട്ട്. ഏതോ ഒരു കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓക്കെ. അപ്പം ഞങ്ങൾക്ക് അങ്ങനത്തെ റിവ്യൂസ് അല്ല കമന്റ്സ് ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു വന്ന ചേട്ടൻ ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തു. എന്താ ഉദ്ദേശിച്ചത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഞങ്ങൾ അടുത്ത റിവ്യൂവിൽ അത് ശരിയാക്കുന്നതായിരിക്കും. ധാരണയോടെ വരാം ഞങ്ങൾ കേട്ടോ.
അങ്ങനെ സോ ദാറ്റ്സ് ഇറ്റ്. ഇഫ് ദർ ഇസ് സംതിങ് ഡു കമന്റ് ബിലോ ഇഫ് ദർ ഇസ് എനി എനിത്തിങ് ദാറ്റ് വി ഷുഡ് ഇൻക്ലൂഡ് ഓർ ഇംപ്രൂവ് ഓർ എനിത്തിങ് ഓർ വിച്ച് വി ആർ ഗുഡ് അറ്റ്. ഇറ്റ്സ് ഗ്രേറ്റ് ഇഫ് യു കുഡ് നോ ഫ്രം യു. അത്രേ ഉള്ളൂ. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ, ദ മലയാളി ആന്തം അല്ലെ, Malayali anthem. മലയാളി ഫ്രം ഇന്ത്യ. India. Oh, yeah. അതാണ് പടത്തിന്റെ പേര്. ഡിജോ ജോസ് സംവിധാനം ചെയ്യുന്ന പടം. ജേക്സ് ബിജോയുടെ പാട്ടായിരുന്നു അത്. ആൻഡ് ഇറ്റ്സ് ട്രെൻഡിങ് 1 എന്നുള്ളത് എല്ലാരും കേട്ട് കാണും ഇപ്പോഴത്തേക്കും അത്യാവശ്യം. അങ്ങനെ അപ്പൊ നിവിൻ പോളിയുടെ കംബാക്ക് ആയിട്ട് നമുക്കിത് എക്സ്പെക്ട് ചെയ്യാം. അപ്പം എല്ലാരും തിയേറ്റേഴ്സിൽ ഉണ്ട് നന്നായിട്ട് അഭിനയിച്ചേക്കും. നന്നായിട്ടെന്ന് വെച്ചാ ഇത് എങ്ങനെയാ പറയണേ, പ്രണവിന്റെയും ധ്യാനിന്റെയും പേരിലാണ് പടം മാർക്കറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ അതിനകത്തെ എല്ലാ സ്കോറും പോയേക്കണത് നിവിൻ പോളിക്കാണ്. അത് മറ്റേ ഈ ഓസ്ലർ മമ്മൂട്ടി ഇല്ലാതെ മാർക്കറ്റ് ചെയ്ത് അതിനകത്ത് മമ്മൂട്ടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പടം മമ്മൂട്ടി വന്നപ്പോ തുടങ്ങിയല്ലേ പടം ഓടാൻ തുടങ്ങി. അതുപോലെയാ. പക്ഷെ ധ്യാനിന്റെയും പ്രണവിന്റെയും ഭാഗം എന്ന് പറഞ്ഞാൽ കഥയുടെ ഭാഗമാ. പക്ഷെ ഇച്ചിരി ഒരു ഓൾഡ് കൈൻഡ് ഓഫ് സാധനം. പക്ഷെ നിവിൻ പോളി വന്നിട്ട് ഒരു രക്ഷയില്ല. നന്നായി നല്ല അപ്പോഴാണ് പടം ഒന്ന് ഉണരുന്നത്. മറ്റേത് പടം നല്ലയാ, പക്ഷെ ഇച്ചിരി ഒരു സ്ലോ മോഡി പോകുന്നത് എന്നുള്ളൊരു ഇതേ ഉള്ളൂ. ഓക്കെ നല്ലൊരു പടം അതേ ഉള്ളൂ. പക്ഷെ നിവിൻ പോളി വന്നിട്ട് നമുക്ക് വയറുവേദന എടുക്കും ചിരിച്ച്. നിവിൻ പോളിയും അടിപൊളിയാണ്, അതിനകത്ത് നീരജ് മാധവും അടിപൊളിയാണ്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ പടം കാണുന്നത് കാരണം എന്തായാലും നിവിൻ പോളിയുടെ കംബാക്ക് ആണ്. അനശ്വരയുണ്ട്, ധ്യാനുണ്ട്, നല്ല പടമായിരിക്കും എന്തായാലും എന്നൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ ഡിജോ ജോസ് പറയുമ്പോഴത്തേക്കും ഭയങ്കര എക്സ്പെക്ടേഷൻ തരുന്ന ഒരു ജനഗണമന. അതിന് മുന്നത്തെ ഒരു പടവും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇഷ്ടാണോ പക്ഷെ പടം ഹിറ്റായിരുന്നു. നമ്മള് പോയി കണ്ടല്ലേ നമ്മളെല്ലാരും കൂടെ. ചിന്നുവിനെ ഇഷ്ടാണോ? ചിന്നുവിന്റെ അമ്മയെ കണ്ടോ? പക്ഷെ പടം ഹിറ്റായിരുന്നു. ഒത്തിരി സാധനങ്ങൾ കുത്തിക്ക് എന്റെ പൊന്നോ. ഉണ്ട്, കോളേജ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടം വെച്ച് നിർത്തുകയാണ്. ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് കോൺവേഴ്സ് ആണ്. അപ്പൊ ഞങ്ങൾ പിന്നെ വരുന്നതായിരിക്കും. ഓക്കെ. So it was a nice part and we'll be coming back with a review of Malayali from India. This is Malayali from Philadelphia. Bye guys. Bye guys. This is Joe Stories signing off. Bye.